തടവുകാർക്ക് വേതനം വർദ്ധിപ്പിച്ചതിൽ പിണറായി സർക്കാരിനെതിരെ വലിയ വിമർശനവും പരിഹാസവുമാണ് മാധ്യമങ്ങളും കോൺഗ്രസ് പോരാളികളും നടത്തുന്നത്. പാതി സത്യം മാത്രം പ്രചരിപ്പിച്ചിട്ടാണ് ആ വിമർശനം നടത്തുന്നതെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മാധ്യമങ്ങൾ ബോധപൂർവം റിപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? PSC നിയമന ശുപാർശകളിൽ ഈ സർക്കാർ റെക്കോർഡിട്ടിരിക്കുന്നു. 2025 മാത്രം, അതായത് കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് 36,813 പേരാണ്. 2016 മുതലുള്ള കണക്കെടുത്താൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3 ലക്ഷത്തിലധികം പേർക്കാണ് PSC വഴി ജോലി നൽകിയിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2016 PSC വഴി 37,530 പേർക്ക് വിവിധ സർക്കാർ സർവീസുകളിൽ നിയമനം നൽകി. 2017 35,911 പേരെ നിയമിച്ചു. 2019 മാത്രം 35,422 പേരാണ് സർക്കാർ സർവീസിൽ കയറിയത്. 2023 24 34,000-ലധികം നിയമനങ്ങൾ സംസ്ഥാനത്ത് നടന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കാൾ ശരാശരി 8,000-ലധികം പേരെങ്കിലും ഓരോ വർഷവും അധികമായി PSC വഴി നിയമനം നേടിയിട്ടുണ്ട്. തീർന്നിട്ടില്ല. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നിയമന വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് 2025 902 വിജ്ഞാപനങ്ങളാണ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയത്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണെന്നറിയാമോ? അതും പിണറായി സർക്കാരിന്റെ കാലത്താണ്, 2022. അന്ന് 816 വിജ്ഞാപനങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. തടവുപുള്ളികളുടെ കൂലി കൂട്ടിയ വാർത്ത മണിക്കൂറുകളോളം ബ്രേക്കിംഗ് ന്യൂസായി നൽകിയ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് പോസിറ്റീവായ ഈ വാർത്ത നൽകാത്തതെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആദ്യത്തേത് സർക്കാരിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റിയ വാർത്തയും രണ്ടാമത്തേത് സർക്കാരിന് ഗുണം ചെയ്യുന്ന വാർത്തയുമാണ്. അത് തന്നെ കാരണം.